അമ്മായി അഹമ്മദ് സ്പീക്കിംഗ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടുവാൻ നിന്റെ അച്ഛന്റെ കെട്ടോള് പന്നി. എന്റെ അച്ഛന്റെ അച്ഛൻ നായിന്റെ മോനെ. ഓടി നായിന്റെ മോളെ. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. എന്തേ അത്രയ്ക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനിതൊന്നും ഒഴിഞ്ഞേറ്റക്കാരനാ. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്കാ പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വെടിവെച്ച കൊല്ലാണ്ട് എന്താ നീ വരുന്ന? ഞാനില്ല. റുക്കോ റുക്കോ റുക്കോ. എവിടെ പോയവൻ? പഞ്ചായത്ത് കണ്ടുപോരുത്. പഞ്ചായത്ത് കണ്ടോളും. ഇല്ലാഞ്ഞത് അവന്റെ ഭാഗ്യം. പോടാ 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 പോടാ. അമ്മായി അഹമ്മദ് സ്പീക്കിംഗ്. സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പോക്ക്. എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷെ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പടി. ഞാൻ 6 പാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ഡലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ്. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിംഗ്? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മുലമ്പാമ്പിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിക്കല്ലേ? ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി 2 ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിലുരുത്തി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുത്തി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ?
നിങ്ങളുടെ നേരമ്പൊന്ന് ഉറക്കട്ടെ, ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലേ? എടോ, ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ, ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചുന്നേ. അമ്മായി അമൃത സ്പീക്കിംഗ്. ഹലോ ഹലോ ടെസ്റ്റിംഗ്. ഹലോ എന്തത്? ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ, അതിനുവേണ്ടി പറഞ്ഞാണ്. എന്താ അസുഖം? പൈസക്ക് മുട്ടൊന്നുമില്ലല്ലോ. എന്നാ നോക്കാം. അടുത്തിരിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ, പുറത്തേക്ക് വലിക്കൂ. നന്നായി ഉള്ളിലേക്ക് വലിക്കൂ. ഹലോ, ഡോക്ടർ ക്രിസ്റ്റി ജോബൻ സ്പീക്കിംഗ്. പ്രോഗ്രാമിനാണോ അസുഖമാണോ? പ്രോഗ്രാമാണോ? പറയൂ പറയൂ, എവിടെയാണ്? ആറ്റിങ്ങൽ. പുതിയ ഐറ്റം ഉണ്ടോന്നോ? എന്ത് ചോദ്യമാണ്? ദേ കേട്ടോളൂ, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പരസ്യത്തിന്റെ ശബ്ദം കേൾക്കാറില്ല. അത് ഞാൻ പറഞ്ഞു തരും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുവാൻ രൂപപ്പെടുത്തിയത്. ചിലർ അതിനെ സിഗരറ്റ് വലിക്കുവാൻ ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. ശരി ശരി, അഡ്വാൻസ് ആയിട്ട് വന്നോളൂ. ഓക്കെ. എന്താണ്? ഹലോ, ശ്വാസം വിട്. ശ്വാസം വിടോ. എന്താ അബദ്ധം ചേട്ടാ കാണിച്ചത്? എന്താ വലിച്ചു പിടിക്കാൻ പറഞ്ഞു? ശ്വാസം പുറത്തേക്ക് വിട്ടുകൂടായിരുന്നോ? പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഇനി കൂടുതൽ വിടേണ്ടി വരില്ലായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. വിടൂ. ദൈവമേ, ഉള്ളിലുള്ളതെല്ലാം അടിച്ചു പോയി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, അതൊക്കെ വലിച്ചോളൂ. പുറത്തേക്ക് വിടൂ. അതൊക്കെ വലിച്ചോളൂ. ഈ മരുന്ന് ഒരു 2 നേരം കഴിച്ചാൽ മതി. ചേട്ടന്റെ എല്ലാ അസുഖങ്ങളും മാറി കേട്ടോ. ഞാനെന്തൊരു മണ്ടനാണ്. കഴിഞ്ഞ മാസം ഫ്രിഡ്ജ് എന്ന കമ്പനിയുടെ പേരെന്താണ്? കിട്ടിപ്പോയി. ഈ മരുന്ന് ഒരു 6-7 പ്രാവശ്യം കഴിച്ചു. എല്ലാ അസുഖങ്ങളും മാറിക്കോളും. ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്യുന്നു. എങ്ങനെ? ബെസ്റ്റ് അല്ലേ? സുഹൃത്തെ, ഡോക്ടറെ കാണാൻ ടോക്കൺ എടുക്കണോ? ഇവിടെ ടോക്കൺ ഒന്നും വേണ്ട, മുൻകൂട്ടി ബുക്കിങ്ങും വേണ്ട. കയ്യിൽ കൊള്ളാൻ നേരെ ഇടിച്ചു കയറി കാണാം. പിന്നെ ഈ ബുക്കിംഗ് നമ്പറോ? അതങ്ങനെ മിമിക്രി പരിപാടി ബുക്ക് ചെയ്യാനുള്ള നമ്പരാ. അടുത്ത മാസം ടൗൺ ഹാളിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ടിക്കറ്റ് പുറത്ത് വിൽക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിന് 2000 രൂപയാണ് വില. ഒരു 5 എണ്ണം മേടിച്ചോണ്ട് പോയിക്കോ. മേടിക്കണം. 10 എണ്ണം പറയാതിരുന്ന് നന്നായി, അല്ലെങ്കിൽ ആള് തട്ടിപ്പോയനെ. നെക്സ്റ്റ് മേലെടുത്ത് രാഘവൻ അരിച്ചിട്ട് തന്നെയാ. കലക്കി. അമ്മായി അമൃത സ്പീക്കിംഗ്. ഇതെന്തു പേനാ ഇത്? ഒരു നുള്ളില് 4 എണ്ണം. എന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ, എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു. എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? വിളിക്കണേ എപ്പ നോക്കിയാലും വിളിയോ? ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങ തിന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്തവസരം?
നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുപാട് പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങണപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള അത് വേറെ വല്ലൊരു. എടാ എന്നെ ഇവിടെ കൂട്ടറാ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരുത്തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. പോടാ അമ്പാളേ പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട് ചെല്ലേ, പറഞ്ഞു വിട്. അമ്മായി അമൃത സ്പീക്കിംഗ്. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്. മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേച്ചേ. ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയാ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ. അണലി സേവിയർ എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചിഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യടാ പാമ്പേ, കൊല്ലാനും തിന്നാനൊക്കെ നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തല്ലി തൂപ്പിക്കടാ. എടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടിക്കേറ്റി കളിക്കല്ലേ സാറേ. അയ്യടാ, നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ പുള്ള. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കവലേ കടന്നുള്ള അഭ്യാസം. നീ ഇതെവിടെ പാത്ത് വെച്ചിരിക്കുന്നു? വാടാ ഇറങ്ങടാ ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ ഡ്യൂട്ടി സമയത്തോ പോലീസ് എനിക്ക് പുല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ചയനവും 16 അടിയന്തരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാറെന്ന് അറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടയുണ്ട്, പക്ഷെ വെടിവെക്കാൻ അറിയില്ലോ. ഓടാ പുല്ല അവിടുന്ന്. ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലും ഒടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് മാസം 8 വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കെട്ട് സമയം. പോത്തുപോലൊരു സാധനം കട്ടിലേ കിടക്കണം. വല്ലച്ചാതി ഉന്തിത്തള്ളി താഴെ ഇട്ടപ്പോ ആരാ? നിങ്ങള്, പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ, അത് പറ. അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവൈരാഗ്യമില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോ ഞാനായിരുന്നെങ്കിലും ചവിട്ടി പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റോ എടുത്തോടാ. നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. നെറ്റി കൊടുക്കാൻ പറ്റൂല ഉരുപ്പടി. അത്രയ്ക്ക് മോശം? സാർ, അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതാ എത്തി. കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ. നമുക്ക് വൈകുന്നേരം മാഷും വക്കീലൊക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലതാണോ? അല്ലണ്ണ, ചുമ്മാ ഇതുവരെ. പോ. ആ
തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംബോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണ് ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അതിനിതാ ചെയ്യാലോ. നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാൾക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് അത് വേണ്ട സിസിലി, ഒരു കൈ സത്യം മതി സിസിലി. സിസിലി ഇങ്ങോട്ട് വാടാ. വേണ്ട വേണ്ട വേണ്ട, ഇത് എന്റെ വൈഫാ. ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയണ്ണ. വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. അമ്മായി അമൃത സ്പീക്കിംഗ്. എടാ നീ ഒന്ന് സമാധാനപ്പെടേ. കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ. ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയാ അന്ന് ഞാൻ ചത്തോളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്കിപ്പോ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്കിപ്പോ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ 6 പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയും ഇട്ട് യോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്. അമ്മായി അമൃത സ്പീക്കിംഗ്. ആരവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യ വലതുകാലി വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ഇടതുമതി. നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി. വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ? എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓൾ ഇവിടെ നിൽക്കാനാ പരിപാടിയെങ്കിൽ പടച്ചോനെ ഇജ്ജെന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവാണ്ട. എന്റെ പേടി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം?
തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിലേ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്. തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. അല്ല, മാസം തരും. അയ്യോ തെറ്റി. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരു മാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാണ്ടിരിക്കടാ. ഇറച്ചി കുതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡ കേസാ. പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. എങ്ങടാ അവിടെ ഇരിക്കടാ. അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കുക. അവള ഭാസ്കരേ, ഭാസ്കര എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ. ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ. അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാൾ നടന്നവനാ ഈ തബല ഭാസ്കരൻ അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കൊരണക്കുറ്റി നോക്കൊരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങൂല. ഇല്ലെന്നേ കറങ്ങും. മോനെ സച്ചോട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപയുടെ. ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏതോ ബോർഡെന്നൊക്കെ വിളിച്ചാണ്ടല്ല. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാ എന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശോന്റെ കള്ളുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യോടാ? നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി വന്ന 40 രൂപ വെച്ച് ഞാൻ കള്ളുടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല. ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി വേർന്നെടുക്കണോ? ചേച്ചി തവളെടുക്ക്, എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്. ആശുപത്രി കൊണ്ടുവന്നെ എന്റെ പട്ടി വരും. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, ഗഗന ജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്ക? നൂറ്റൊന്ന് കൂടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനക്കല്ലേ, ഈ മൺകിരിയുടെ തലേന്നൊന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ.
എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങി. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിയിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പിടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയില്ലിക്കാരനല്ലേ? പൂയില്ലോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ, ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ദാ ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്കാം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിക്കാം. വേണ്ടതിന് പറയരുത്, ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധമായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ ആണെന്ന് പറയല്ലേ വസു? ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ അച്ഛമ്മേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം വയ്ക്കോളൂ, കുട്ടി കൊണ്ടു തരും. അപ്പൊ വയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തിപ്പൂ പ്രേമ വരുന്നു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെങ്ങും പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ്, എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാളുടെ മുഖത്തെന്തേ കരിവാളിച്ച് കിടക്കുന്നത്? കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ, പോയില്ലും തന്നെ. ഓ ശിവ ശിവ. മകളി പ്രിയ, ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്കിപ്പോ അറിയണം, എന്താണ് ഈ പൂല്യം? അതെ, രാജയോഗത്തിന് പകരമുള്ള ഒരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ? സ്വാമി സ്വാമി ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം, മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. എന്നാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലച്ചൂട്. ചെമ്പരത്യാത്മനം ഭജഗോവിന്ദം ഹേവം. എന്തേ, സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട, പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ചു കെട്ടടാ. അപ്പോന് ഫോൺ ഇങ്ങ് താമസിച്ച ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ഹലോ, ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ, സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താടാ അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്, മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ, അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ, നീ ഇവിടുന്ന് റെഡി ആവും, നമുക്ക് സ്ഥലം വരെ പോണം.
അയ്യേ അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. വാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS-ന് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിൽ ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമദ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. എടാ പൗലോസേ, ഇങ്ങോട്ട് വന്നേ. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം, നീ ഒരു കാര്യം ചെയ്യും. മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ, ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ? വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ. കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറഞ്ഞെന്നാ തോന്നുന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഓ, ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനമല്ലടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ളെന്നാ തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറില്. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? കാസറ്റ് കറിയല്ലേ കൂട്ടാ, കറിയല്ലേ. എന്തിട്ടാ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ വിചാരിച്ചു. ഓ, ഹേമയായിരുന്നോ? ഞാൻ വിചാരിച്ചു. എന്തിട്ടാ അയ്യോ, ഒന്ന് പോവാൻ. സോറി. കൊടുത്തോളൂ, ഇരുന്ന് കൊടുത്തോളൂ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി,
ഈ പാല് കൊടുപ്പൊരു പാരയാകും. നിന്റെ മോന്റെ ജാതകം നോക്കായിരുന്നില്ലേ? ചിലപ്പോ അവന് രാജയോഗമായിരിക്കൂടാ. ജാതകം ജോത്സ്യൻ എന്നോട് മിണ്ടിപ്പോരുത്. എന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്റെ കൈ നോക്കി പറഞ്ഞ ആദ്യ കുട്ടി എനിക്കൊന്നുകൂടെ കഷ്ടാലം തീരുന്നു, നല്ല കാലം തുടങ്ങുന്നു. തുടങ്ങിയല്ലോ. ശരിയല്ലേ? അവനിപ്പോ ഒരു കിരീടത്തിന്റെ കുറവല്ലടാ ഉള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഹേമയ്ക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കണം. ഇന്ന് രാത്രി കൃത്യമായിട്ട് നിന്റെ കുഞ്ഞിനെ തന്നിരിക്കും പോരെ? മതി, അത് മതി. അതോടെ തീരുമല്ലോ. പക്ഷെ അതിന്റെ നന്ദി നീ ഇങ്ങോട്ടും കാണിക്കണം. ഞാൻ വെളുപ്പിനെ വരും. നീ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നേക്കണം. രാത്രി കാലങ്ങളിൽ അവരവരുടെ കുട്ടികൾ അവരവരുടെ അടുത്ത്, പകലുകളിൽ നേരെ തിരിച്ചും. ഓക്കെ? ഓ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അപ്പ രാത്രി കാണാം. Excuse me, sir. Can you tell me the way to Ernakulam? Go this way, that way. Bus stop. Ernakulam bus. Okay. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു അറിഞ്ഞാ പൊരിച്ചു തിന്നു പറഞ്ഞ മാറ്റിക്കോ. അയ്യോ, ആരെ കാണാൻ പറ്റില്ല. അയ്യോ, എന്താ? അയ്യോ, ആരാണ് നിങ്ങൾ ചാക്കിലാക്കിയത്? അല്ല, ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമാ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു? രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്നാ വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. അവരെ പറ്റി തോന്നിയ ദിവസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശ എപ്പോഴും നിന്റെ തലയിൽ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടികിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണം നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം. അതിന്റെ ഇടയിലാ കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തേക്കാ. എനിക്ക് ഓടാൻ വയ്യ, ഇതെനിക്ക് വേണം. ഈ ദ്രാക്ഷയും ജിൻറാളപ്പഴവും ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. അത് അര ഗ്ലാസ് വീതം മാതളത്തിന്റെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവനാക്കാൻ പുറമറി. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. കൊള്ളില്ലാതെ പറയുകയും ചെയ്യും, മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കാം. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എല്ലാം അന്തമാര് കേക്കരുത്. നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ ഇന്ന് ഉലകത്തിലെ എനിക്ക് പെരിയവൻ ഒഴിയടാ. അളയാ കരിമീൻ ഫ്രഷ് ആണോ? വലക്കാരുടെ നേരിട്ട് വാങ്ങിയതാ. അല്ലെങ്കിൽ വയറ് കൊളാവേ. എങ്കിൽ പിന്നെ അതെടുത്ത് ഞണ്ണണ്ടാന്ന് വെച്ചാ പോലെ. താൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നേ? ഇടപെടുകയല്ല, പറഞ്ഞു പോവുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു 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 കിടക്കും. പൊരിച്ചു തരാം.
അധികം പൊളയണ്ട. ദേവാ, ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കൽ നിന്നെ ഏതെങ്കിലും ഊരാക്കൂട്ടത്തിൽ കൊണ്ട് ചാടി. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. സ്റ്റഫ് കഴിഞ്ഞു. അടുത്ത ബോട്ടില് ഞാനിവിടെ എത്തിക്കാം. പരമഭാഗ്യവാന്മാർ മദ്യപാനം മൃഷ്ടാന്ന ഭോജനം സഹശയനം ഭാര്യാഗ്രഹ. എന്റെ വീരലിനം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം അവനും എടുക്കും AK-47, മൂന്നിനെ ഒരു നിരത്തും തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ചതറൻ കുടിച്ചാൽ ഇല്ലേലും ഇവൻ ചത്ത്. അത് താനോ അതോ ഇപ്പോഴേ പറഞ്ഞില്ലേ ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാന്. എന്താ അല്ല ഹണിമൂൺ പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്, മനസ്സിലായോ? നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല ഈ 14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. എന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ്. അല്ല ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. പിടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവാ, ഈ പറമ്പിൽ അസലമാവുന്നു മുറിച്ചോളൂ. എന്തിനാ? എന്നെ ദഹിപ്പിക്കാൻ. നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാനം നടത്തും, ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ? എന്താ എന്തു പറ്റി? അത് ഞങ്ങള് ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. അതെ, ഓണത്തല്ല്. എങ്കിൽ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും. കൊള്ളാൻ വരണേ. ഭ്രാന്ത്. നண்பன் என்னோட உயிர் நண்பன். ഏത് നേരത്താ ദാസേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ഇതിലും ഭേദാറിപ്പയുടെ കൈകൊണ്ട് ചാകുന്നതായിരുന്നില്ലേ? അവൻ ഇത്രയും വലിയ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഏർപ്പാടിന് നിൽക്കുമായിരുന്നു നമ്മൾ. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? എന്ത് വഴി? വല്ല നായയുടെയോ പട്ടിയുടെയോ പൂച്ചയുടെ ഒക്കെ വേഷം കെട്ടി ജീവിക്കുക, അത് തന്നെ. ആരായത്? നാട്ടുപ്രമാണി. നാട്ടുപ്രാണിയല്ല, നാട്ടുപ്രമാണി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ചുറ്റും കാവല. നാട്ടുകൂട്ടത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ. പഴനി ഉടുമൽപേട്ടയെന്ന് 45 കിലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവിടെ കൊണ്ടാക്കിയ പഴനി എന്തായിന്ന്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ റിപ്പറെ അടിച്ച് ഒതുക്കിയതോടെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പേടിയാവനെ. നീ അങ്ങനെ ഇങ്ങനെ മാറി ഇന്ന് അവരുടെ സംശയം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പ്രമാണി തൊഴണ്ട, പിച്ചക്കാരനാ. പോയി അങ്ങത്. അതെ, കണ്ണടച്ച് വിശ്വസിക്കരുത് അവരില്ല. എപ്പോഴും എല്ലാത്തിനും ദാസേട്ടൻ തന്നെ കൂടെ ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഉണ്ടാവും, എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. പഴനിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ പരമസുഖമാണെന്ന് പറയണം. പരമസുഖം. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്.
ആണാ കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ഉച്ചക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി ഇതെവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ മാഷെ ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അങ്ങനെയൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ ഉണ്ണേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛാ ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അതിന് കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണ ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത് ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വറുത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ് നൂഡിൽസ്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. മാറ് അച്ഛൻ പോണ. സാറേ സാറേ കല്യാണം സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ 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 സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയാം. അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ രക്ഷപ്പെട്ട് கட்டி போட்டிருக்க.
അപ്പോ അമ്മായി അമൃത സ്പീക്കിംഗ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലേസേട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പൊയ്ക്കോളൂ കേട്ടോ. എവിടെയാ രണ്ട് തടിമാടന്മാര്? കേട്ടില്ലേ? എടീ, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടീ മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കോ? അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മൾ അവളെ ഒഴിവാക്കുന്നു. അമ്മായി അമൃത സ്പീക്കിംഗ്. ആദ്യം ഞാനാടും. ഒന്നും മിണ്ടാതിരിക്കടി. ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. കുട്ടിമാമ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. വെറും ദാസനല്ല, കള്ളദാസൻ. വെള്ളം അടിച്ചിട്ട് ഊഞ്ഞാലൊക്കെ ആടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ആട്ടിക്കോ. ഇതെന്ത് തൊട്ടില്ല? ആട്ട് പറയട്ടോ ഞാൻ. പെണ്ണിലെ തൊട്ട് ആട്ട് ആട്ട് ഭൂമി ശുദ്ധി വരാതെ പറയട്ടെ. പറന്ന് പറന്ന് എനിക്ക് ആകാശം തൊടണം. ഞാൻ ഒരു ഊഞ്ഞാലിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നിരിക്കാ. വാ, വന്ന് ഉദ്ഘാടനം ചെയ്യ്. അമ്മായി അമൃത സ്പീക്കിംഗ്. ഇന്നിവന്റെ അവസാനമാണ്. എന്താ കുട്ടിച്ചാത്ത എന്നോട് കളിക്കരുത്, പറയാൻ പറഞ്ഞേക്കാം. ആ ബ്ലേഡ് വരുന്നുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനതേ പറയൂന്ന് അയാൾക്ക് അറിയാം. സൂര്യനാരായണ, ഇറങ്ങി വാടാ. എന്താ അലാവുദ്ദീന്? കരഞ്ഞ് കാല് പിടിച്ച് കടം പിടിച്ചപ്പോ എനിക്ക് ഭ്രാന്താണല്ലേ? നിനക്കെന്നെ ഭ്രാന്താശുപത്രി കിടത്തണല്ലേ? അകത്തില്ലാടോ, വിളിച്ചിറക്കണോ? ഇതിനു മുമ്പ് എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിവിടെ ഇല്ല. അവനവിടെ പോയി? പുറത്തു പോയി. പുറത്തുനിന്ന് അകത്തേക്ക് വരില്ലേ? അവനെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം, ഭ്രാന്താശുപത്രി കിടന്ന കാശ് വേറെ കിട്ടണം. വരുമ്പോ പറയാം. ഞാൻ അവനെ കണ്ടിട്ടേ പോകും. താനിവിടെ നിന്നാ അവൻ പുറത്തേക്ക് വരില്ല. അല്ല, അവനിവിടെ ഇല്ലാന്ന്. ഞാനിവിടെ നിന്നാലേ പ്രശ്നമുള്ളൂ. ഞാൻ വരാണ്ടേ കയറിയിരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിക്കാരൻ ഈ മാസം കിട്ടിയ ശമ്പളം മതിയെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആ ശരി, മതി. അത് ഞാൻ പലിശയിൽ വരച്ചേക്കാം. എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി, വാ. ഇരിക്കെ. ആ തീയം തരൂ. ഇത് പിടിച്ചോ. ഓഹോ, മരുമോനൊക്കെ ചെറ്റയാണല്ലേ? ആ, ഞങ്ങള് പാരമ്പര്യമായിട്ട് തറവാടികളാ. ഇതാ അങ്ങനെയുടെ ഈ മാസത്തെ ശമ്പളം. മുഴുവൻ ചില്ലറായിരിക്കുമല്ലേ? സൂട്ട് കേസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇതെന്തേത്? ആടിന്റെ കുടല? ആളെ കളിയാക്കെ ഒച്ചെടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ എനിക്കറിയാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്. വേണ്ടി വന്നാൽ നിരാഹാര വ്രതപ്പെട്ട് എനിക്ക് കിട്ടാനുള്ള സകല കാശ് കൊണ്ട് ഞാൻ പോകും. അതിനുള്ള ബിരിയാണിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഇത് നമ്മുടെ പഴയ ഡോക്ടർ അല്ലേ? എന്റെ അമ്മയെ ഷോക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോ, അല്ലെ കറണ്ട് ബില്ല് കൂടും. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? അയ്യോ, നീ എവിടെ പോയി വിളിക്കും? കാലമാണ്. പതുക്കെ കുറക്കട.
ഇതേത് ശബ്ദം? ഞാൻ നേരത്തെ ഇട്ടായിരിക്കും. ഞാൻ സൂര്യനാരായണൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇറങ്ങണോ പുറത്തെ? രാപകലില്ലാതുള്ള ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് നെയ്യ പൈസ ശമ്പളം കൊടുക്കാത്ത കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ നിങ്ങളാണല്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണത്? പറ. 2-3 വയറിന് ആശ്രയം ആ മനുഷ്യനാ. ഇവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ, ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ഇദ്ദേഹത്തിനും സൂര്യനും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാടക വീടാണെങ്കിലും പോട്ടെ, എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. അന്നന്നേടെ കഴിഞ്ഞു പോകുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടാ. ഈ പ്രായത്തിനിടയിൽ അങ്ങേര് ഒരുപാട് ജോലികൾ ചെയ്തു. എന്ത് പ്രയോജനം? കാശുമില്ല, സന്തോഷമില്ല. പറ്റുമെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം തന്ന് സഹായിക്ക്. ബാക്കി കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്ന സൂര്യേട്ടൻ ജോലി ചെയ്ത് വീട്ടിക്കോളും. എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ സൂര്യനാരായണന്റെ ആരായിട്ട് വരും? ഭാര്യ. ഓഹോ. അമ്മ വിശക്കുന്നു, കഞ്ഞിതാ. കൊച്ചിന്റെ ഈ മാസത്തെ ഫീസ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 ദിവസമായി അവള് സ്കൂളിലും പോണില്ല. ഇത് പാട്ടുകാരൻ സൂര്യനാരായണന്റെ വീട് തന്നെയല്ലേ? അതെന്ന്. ഭാര്യയും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്താ തിരിച്ചു പോയത്? പട്ടി പട്ടി നിന്നെ കൊരങ്ങാന്ന് വിളിച്ച ആളെ കാണിച്ചുതരാം. പിടിച്ചോ, കടിച്ചോ. ഇവിടെ വരാനാ പറഞ്ഞു. എന്നെ തപ്പിക്കുന്നതാണോ നായിന്റെ പോലെ? ഞാനോ? നിന്നെ ഞാൻ എന്താ എന്താ ഡോക്ടർ പിന്നെ നായിന്റെ പോലെ എന്ന് വിളിച്ച്? അയ്യോ, ഷോക്ക്! ഇത് നമ്മൾ അലാവുദ്ദീനല്ലേ? അയാൾ എന്തിനാ ഓടുന്നത്? അയാളുടെ അസുഖത്തിന് ഒരു കുറവുമില്ല. ഒരു കുറവുമില്ല. നീ ഓടാൻ വരട്ടെ. നീ എന്ത് പോക്കത്തിലൂടെ കാണിച്ചത്? അത് പിന്നെ നിങ്ങൾ ശമ്പളം തരാത്തോണ്ടല്ലേ. നിങ്ങൾ ചൂടാവൊന്നും വേണ്ട, സാധനങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്ത് സാധനം? അവിടുന്ന് അടിച്ചു മാറ്റിയത്. എന്തോ സ്റ്റെത്തും മറ്റും അതൊക്കെ അടിച്ചു മാറ്റിയാ? ചെറിയ തോതില്. ഞാൻ ചോദിക്കാൻ വന്നു, തനിക്ക് ഭാര്യയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ഒരു കൊച്ചുണ്ട്. ഉണ്ടല്ലോ. പിന്നെ എന്ത് കോപ്പിലാണ് ആ പെണ്ണിനെ ഇഷ്ടമാണ് കെട്ടിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു? അത് പിന്നെ താൻ എന്നോട് പതുക്കെ പറ. ഞാനാണ് ഇതിന് പെർമിഷൻ തന്നെന്ന് അയാൾ അറിയാൻ പാടില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അത് ശരി. ആരാ മുടിയും ബുദ്ധിയില്ലാത്ത ആള്? ജ്യോതിയുടെ അച്ഛനാ. ആഹാ, എങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അയാളോട് പറയാം. എന്റെ ശമ്പളം എന്താ? നീ ഹോസ്പിറ്റലിലോട്ട് വാ, ചെക്ക് ഞാൻ വീട്ടിലോട്ട് അയച്ചിരുന്നു. ചെക്കോ? ഡിഡി? ചെക്കും ഡിഡി ഒന്നും വേണ്ട. ഡ്രാഫ്റ്റ് നീ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തോ? ഞാൻ കൊറിയറിൽ അയച്ചു തരാം, മണി ഓർഡർ. ബാക്കി ഫണ്ട് കുട്ടിയുടെ പേരിൽ UTI-യിൽ ഇട്ടോ. സൂര്യ, നീ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്.